ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ കഴിഞ്ഞ ദിവസമായിട്ട് 2 വീഡിയോയ്ക്ക് ആൾക്കാർ കുറേ നല്ല കമന്റ്സ് പറഞ്ഞു, കുറച്ച് പേര് ഇമ്പ്രൂവ് ചെയ്യണം എന്താന്ന് പറഞ്ഞു. എനിക്ക് മെസ്സേജ് പറഞ്ഞു. എല്ലാവർക്കും ഒരുപാട് നന്ദി. നിങ്ങൾ ഈ പറയുന്നത് കൊണ്ട് എനിക്ക് ഐ ക്യാൻ ഇംപ്രൂവ് മൈസെൽഫ് ആൻഡ് നിങ്ങൾക്ക് നല്ല വീഡിയോസ് എനിക്ക് അതിൽ നിന്ന് തരാനും സാധിക്കുന്നതാണ്. സോ പറഞ്ഞ എല്ലാവർക്കും ഒരുപാട് നന്ദി. സോ ഇന്നലെ സൺഡേ ആയിരുന്നു. ഇന്നലെ എനിക്ക് വർക്ക് ഉണ്ടായിരുന്നു. ഞാൻ വർക്കിനെ പോയതുകൊണ്ട് ഇന്നലെ അതേ ഷൂട്ട് ചെയ്തില്ല. കാരണം നിങ്ങൾക്ക് അറിയാലോ, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കാണിച്ചായിരുന്നു ഇതിന്റെ. അപ്പൊ എന്നും വർക്ക് കാണിക്കുന്നത് ഭയങ്കര ഷോക്കാണ്. കാണും നിങ്ങൾക്കും മടുപ്പടിക്കും, ചെയ്യുന്ന എനിക്കും ബോറടിക്കും. സോ അതുകൊണ്ടാണ് ഞാൻ ഇന്നലത്തെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ. ഞാൻ 1-2 ക്ലിപ്സ് എടുത്തിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് ഇതിൽ നിന്ന് കാണിച്ചു തരാം. എന്തായിരുന്നു ഇന്നലത്തെ എന്റെ വർക്ക്, എവിടെ ആയിരുന്നു പോയെന്നുള്ളത് ഞാൻ ഇതിനകത്ത് പാടി തരാം. അപ്പം ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറയലുണ്ടായി ഞാൻ ഇന്ന് എങ്ങനെ ജോലിക്ക് വരുമെന്ന്. അത് ഞാൻ രാവിലെ ഷൂട്ട് ചെയ്യാനുള്ളതുകൊണ്ടായിരുന്നു. എണീറ്റപ്പോൾ ലേറ്റായി. ഇന്നലെ വീഡിയോ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ് കിടന്നപ്പോൾ വെളുപ്പിന് 2 മണി അടുത്തായി. പിന്നെ എൻ്റെ കുറച്ച് ഫ്രണ്ട്സിനെ കിട്ടി ഇവിടെ കൂടെ വർക്ക് ചെയ്യുന്നത്. അപ്പം മലയാളികൾ തന്നെയായിരുന്നു. അവർക്ക് കാറുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ കാറിലാണ് ഇന്ന് രാവിലെ ഞങ്ങൾ വന്നത്. അവരുണ്ടായിരുന്നുകൊണ്ട് എനിക്കിന്ന് ജോലിക്ക് സൺഡേ ആണ് ഇവിടെ. അപ്പം ഇവിടെ നമുക്ക് ട്രെയിനോ കാര്യങ്ങളോ ഒന്നും ഇല്ല. ഇപ്പം അവരുള്ളത് കൊണ്ട് അവരുടെ കാറിലാണ് ഇന്ന് ഞാൻ വന്നത്. ഇന്നാണെങ്കിൽ എനിക്ക് കിട്ടിയ വണ്ടി ഒരു ചെറിയ തുക്കട വണ്ടിയാണ്. രാവിലെ ഇന്ന് ഇച്ചിരി മഴക്കാറൊക്കെ ഉള്ളൊരു ദിവസമാണ്. എന്താണെന്ന് നമുക്കിന്ന് ആ പാർക്കിൽ നോക്കാം. എനിക്ക് തോന്നുന്നില്ല വലിയ തിരക്കം കാണുമെന്ന് ആ പാർക്കിൽ. എന്താണ് നമുക്കിന്ന് പോയി നോക്കാം. അപ്പം ഞാൻ പാർക്കിലെത്തി. ഇതാണ് ഞാൻ വന്ന, ബേസിക്കലി ഇതൊരു പാർക്കല്ല, ഇതൊരു ഡാം പോലത്തെ ഒരു സ്ഥലമാണ്. അപ്പം ഇതതിൻ്റെ പാർക്കിങ്. അപ്പോൾ ആൾക്കാർ ഇവിടെ വന്നിട്ടായിരിക്കും ഇന്ന് അവിടെയൊക്കെ പോകുന്നത്. ഇവിടെ വരുന്നവരെല്ലാം ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ വരും. അപ്പം എനിക്ക് കിട്ടിയിരുന്ന ഈ വണ്ടിയാണ്. ഈ വണ്ടി ഞാൻ ഇവിടെ പാർക്ക് ചെയ്തു. ഇനി ഞാൻ വണ്ടിക്ക് എല്ലാം പോയി സെറ്റ് ചെയ്യണം. സോ ഗൈസ്, ചെറിയൊരു അപ്ഡേറ്റ് ഉണ്ട്. ഞാൻ വണ്ടി താഴോട്ട് മാറ്റി. ഇതുണ്ടോ, ഈ ലേക്കിൻ്റെ വ്യൂലോട്ട് ഇടാനായിട്ട് എനിക്ക് ഡൗട്ട് തോന്നി മേളിൽ തന്നെയാണ് ഇടേണ്ടത്. അപ്പം ഞാൻ ചോദിച്ചു, എൻ്റെ ഒരു കൂട്ടത്തിൽ വർക്ക് ചെയ്യാൻ ചേട്ടനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു അവിടെ അല്ല, താഴെ ഈ ലേക്കിൻ്റെ സൈഡിൽ ഇടേണ്ടതെന്ന്. അപ്പം ഞാൻ ഈ ലേക്കിൻ്റെ ഇവിടെ കൊണ്ടിട്ട് നല്ലൊരു ഭംഗിയുള്ളൊരു സ്ഥലമാണ്. സോ ഞാൻ അവിടുന്ന് വണ്ടി മാറ്റി താഴോട്ടിട്ടു. ഇതാണ് ഇന്ന് എൻ്റെ വണ്ടിയുടെ അകം വന്നിട്ട്. ഇപ്പോൾ എല്ലാം സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞ ദിവസത്തെ പോലെ തന്നെ നമുക്ക് ഇതിനകത്ത് തന്നെ ഉള്ളത് ഇന്ന് പെപ്സി അതൊക്കെ. പിന്നെ താഴോട്ട് വരുവാണെങ്കിൽ നമുക്കിവിടെ ഐസ് ലോലീസ് ഒക്കെ കിടപ്പുണ്ട്. പിന്നെ ഇന്നത്തെ മിക്സ് നമുക്ക് വന്നിട്ട് വാനില മാത്രമേ ഉള്ളൂ. പിന്നെന്താ, എല്ലാം ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇന്നത്തെ ഞാൻ ജോലി ചെയ്യട്ടെ. അപ്പോൾ ഓക്കെ ഗായ്സ്, അങ്ങനെ ജോലിക്കിടയ്ക്ക് ഞാൻ ജസ്റ്റ് താഴോട്ടൊന്ന് ഇറങ്ങി ഇവിടെ എന്താണെന്ന് കാണാനായിട്ട്. ഇതായിരുന്നു ഞാൻ നേരത്തെ മേളിൽ നിന്ന് കാണിച്ച ആ പാർക്ക് പോലത്തെ ഒരു സ്ഥലം. അല്ല സോറി, ഡാം പോലത്തെ ഒരു സ്ഥലം. ഞാനിപ്പോൾ ജസ്റ്റ് ഇങ്ങോട്ട് ഇറങ്ങിയതാണ് ഇവിടെ എന്താണെന്ന് കാണാനായിട്ട്. അപ്പം മേളിൽ നമ്മൾ കണ്ട ആ ഒരു ഡാം പോലത്തെ അല്ലെ റിസർവോയർ ഇതായിരുന്നു. ഇനി നമുക്ക് തിരിച്ച് മേളിലോട്ട് കയറി പോകാൻ. എനിക്ക് അതേ നേരം ഇങ്ങനെ ഇറങ്ങി നടക്കാൻ പറ്റില്ല. ഇപ്പോൾ ഇച്ചിരി പീക്ക് ടൈമാണ്, നല്ല തിരക്കുമുണ്ട്. നല്ല വെയിലെന്ന് വെച്ചാൽ നല്ല വെയിൽ, വണ്ടിക്കാകെ പൊള്ളി പോകുന്ന വെയിലായിരുന്നു. പിന്നെ വേറൊരു ട്വിസ്റ്റ് ഉണ്ട് ഗൈസ്. ഇത് കണ്ടോ, ഈ കാണുന്ന കാടിനെയാണ് ഈ നാട്ടുകാർ പാർക്ക് എന്ന് പറയുന്നത്. പക്ഷേ ഇത് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ കേട്ടോ. വേസ്റ്റ് ഇല്ല, ഒന്നുമില്ല. നടക്കുന്ന വഴിയാണല്ലോ, ചപ്പും ചവറിലേക്ക് കരിയില പോലും ഇല്ല. എല്ലാം ഒരു തൂത്ത് വൃത്തിയാക്കിയൊരു സൈഡിലോട്ട് ഇട്ടിട്ടുണ്ട്. പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻഡ് ആണ്, എല്ലാം അടിപൊളി. നമ്മുടെ നാട്ടിലൊക്കെ ഇതിനൊരു പാർക്ക് എന്നൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ വന്ന് കൂവും. കാരണം ഇത് ബേസിക്കലി നമുക്ക് നോക്കുവാണെങ്കിൽ നമ്മുടെ കാട്ടിൽ ഇതൊരു വലിയ കാട്. പക്ഷേ ഇവരിതിനെ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ട രീതികൾ ചെയ്ത് ഇതിനൊരു പാർക്കാക്കിയേക്കും. ഇവിടെ നടക്കാനായിട്ട് കൂടുതൽ ആൾക്കാർ വരുന്നത് ഡോഗ്സിനെയും കൊണ്ടാണ്. ഡോഗ്സിനെയും കൊണ്ടും അല്ലാതെ ജസ്റ്റ് ഈവനിങ് ഒക്കെ ഇറങ്ങാനായിട്ട്. പിന്നെ ഇപ്പം നല്ല വെയിലായതുകൊണ്ട് സൈപ്പർമാർക്ക് പണ്ടേ ഇതിലുള്ള വെയിൽ കണ്ട വെയിലത്ത് നടക്കാനുള്ള. അപ്പോൾ ഈ വെയിലത്ത് നടക്കാനൊക്കെ ആൾക്കാർ ഇവിടെ വരുന്നത്. സോ ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഞാൻ വണ്ടി നേരത്തെ അവിടെയായിരുന്നു ഇട്ടിരുന്നത്. അവിടെ ഞാൻ താഴോട്ട് കൊണ്ടുവന്ന് ഇവിടെ ഇട്ടുണ്ടോ. ഇന്ന് എനിക്ക് കിട്ടിയ വണ്ടി ഇതാണ്. ഇവിടെ ഞാൻ വണ്ടി ഇട്ടേക്കുന്നത്, താഴെ ഡാം കണ്ടോ. സോ അങ്ങനെ സമയം ഇപ്പം രാത്രി 6:45. ഇപ്പോഴും നല്ല വെയിലാണ് അത്യാവശ്യത്തിന്. ഇതുവരെ തിരിച്ചു വിളിച്ചില്ല എന്നെ. ഇന്ന് നല്ല തിരക്കായിരുന്നു. നല്ല തിരക്കായിരുന്നു. എനിക്കൊരു 2 മണി കഴിഞ്ഞ് ഞാനിവിടെ നിന്നിട്ടില്ല. എന്നിട്ട് ഇടയ്ക്ക് മെഷീനൊന്നും വർക്ക് ചെയ്യാതായി. ഇവിടുന്ന് വേണ്ട അങ്ങ് ആ മരം വരെ ക്യൂ ആയിരുന്നു. ഭയങ്കര തിരക്കായിരുന്നു. ഇന്ന് ഇത്രയും ആൾക്കാർ ഇവിടെ ഐസ്ക്രീം തിന്നുമെന്ന് ഞാൻ ഇന്ന് പറഞ്ഞത്. എന്നാൽ ഇന്ന് നല്ല തിരക്കായിരുന്നു. അത്യാവശ്യം നല്ല ടയേർഡുമായി. ഇന്നിനി മിക്കവാറും എനിക്ക് ഈ മെഷീൻ ക്ലീനിങ് കാണും. എന്ന് വെച്ചാൽ ഈ സാധനം മുഴുവൻ അഴിച്ച് ഇതിനകത്തെ സാധനം എല്ലാം ഊറ്റി കളഞ്ഞ് ഇതിനകത്ത് പിന്നെ സാനിറ്റൈസറൊക്കെ ഒഴിച്ച് ക്ലീൻ ചെയ്യുന്ന പരിപാടി. ഇത് ഫുൾ അഴിക്കണം. ഈ സാധനം എല്ലാം അഴിച്ച് കൊണ്ട് കഴുകി തിരിച്ചുകൊണ്ട് പിടിപ്പിക്കേണ്ട പരിപാടിയുണ്ട്. അപ്പം ഇന്നിതെല്ലാം ചെയ്തിട്ട് ഞാൻ എപ്പോൾ വീട്ടിൽ ചെല്ലുമെന്ന് അറിഞ്ഞുകൂടാ. ഇന്നത്തെ ജോലി കഴിഞ്ഞു. ഇന്നെ തിരിച്ച്
ചേച്ചി വിളിച്ചു. ഇന്ന് ചേച്ചി വിളിച്ച സമയം എന്ന് പറയുമ്പം രാത്രി 8:15 ഇവിടുത്തെ വെട്ടം വെളിച്ചം കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ പറയുന്ന കള്ളമാണെന്ന്. പക്ഷെ സത്യമായിട്ടും 8:15 രാത്രിയിൽ. ഇനി ഞാൻ അവിടെ ചെന്ന് എനിക്ക് മെഷീൻ വാഷും എല്ലാം കഴിയുമ്പോൾ രാത്രി 10 മണിയാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. രാവിലെ 8 മണിക്ക് ഷിഫ്റ്റ് തുടങ്ങിയതാ, രാത്രി 10 മണി വരെ. ഇതാണ് ഇവിടുത്തെ ജീവിതം. ആ കണ്ടതായിരുന്നു ഇന്നലത്തെ എന്റെ ദിവസം. എല്ലാ ദിവസവും ഇത് തന്നെ കാണിച്ചാൽ നിങ്ങൾക്ക് ബോറടിക്കും. അതുകൊണ്ടാണ് ഞാനിത് ഇന്നലെ അപ്ലോഡ് ചെയ്യാഞ്ഞത്. ഇതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം സാധനം മേടിച്ച സെയിൻസ്ബറി ലോക്കൽ. നമ്മൾ ഇന്ന് പോകുന്നത് സെയിൻസ്ബറിയിലോട്ടാണ്. ഇത് ലോക്കലോട് ഇച്ചിരി വില കൂടുതലാണ്. ഇന്ന് പോകുന്നത് ഇതിനപ്പുറത്ത് വേറൊരു സെയിൻസ്ബറി ഉണ്ട്, അവിടെയാണ് നമ്മൾ പോകുന്നത്. ആ കണ്ട സെയിൻസ്ബറിയിൽ നിന്ന് കുറച്ച് ദൂരം ഇങ്ങോട്ട് നടക്കാനുണ്ട്. നടന്നു വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ സൈഡിൽ ഇവിടെ ഹെഡിംഗ്ലി ടാപ്സ് എന്ന് പറഞ്ഞിട്ട് സ്ഥലമുണ്ട്. ഇത് ഇവിടുത്തെ മെയിൻ ഒരു വീക്കെൻഡ് പാർട്ടി നടക്കുന്നൊരു സ്ഥലമാണ്. പാർട്ടി മീൻസ് ആൾക്കാരൊക്കെ ഗെറ്റ് ടുഗദർ കൂടുന്നതും അതുപോലെ തന്നെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ വന്ന് ഒരുമിച്ച് ബിയറൊക്കെ കുടിച്ച് ഔട്ട്ഡോറും ഇൻഡോറും ഉണ്ട്. അത് ചില്ല് ചെയ്യുന്നൊരു സ്ഥലമാണത്. സോ നമ്മൾ നേരത്തെ കണ്ട സെയിൻസ്ബറിയിൽ നിന്ന് നടന്ന് ഇവിടുത്തെ മെയിൻ ജംഗ്ഷനിലോട്ട് വന്നു. ഇവിടുത്തെ കൺസ്ട്രക്ഷൻ നടക്കുക. ഇവിടുത്തെ മെയിൻ സെക്ഷൻ ഞങ്ങളുടെ ഇതാണ് ഹെഡിംഗ്ലി ലെയിൻ എന്ന് പറയുന്നൊരു റോഡാണിത്. ഇതാണ് ഇവിടുത്തെ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് അടുത്ത് വൺ ഓഫ് ദ മെയിൻ ജംഗ്ഷൻ അല്ലേ ടൗൺ. ഇതിൻ്റെ ഈ മേളിൽ ആ കാണുന്നതാണ് ഞാൻ പോകുന്ന ജിമ്മ്, ദ ജിം ഗ്രൂപ്പ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ എഴുതിയിട്ടുണ്ട്. ദ ജിം ഗ്രൂപ്പ് അവിടെയാണ് ഞാൻ പോകുന്ന ജിമ്മൊക്കെ. ഇവിടം വരെ നമ്മൾ നടന്നു വരണമെങ്കിൽ വീട്ടിൽ നിന്നൊരു ഓൾമോസ്റ്റ് ഒരു 5-6 മിനിറ്റ്സ് വോക്കേ ഉള്ളൂ. ഒരു 5-6 മിനിറ്റ്സ് വോക്ക് കൊണ്ട് നമ്മൾ ഇവിടെ വരെ നടന്നു വരും. ഇതുണ്ട് ഇവിടെ ഇങ്ങനെ വഴി സൈഡിൽ ഇങ്ങനെ കുറേ റെസ്റ്റോറൻറ്റ്സ് കഫറ്റീരിയ ഒക്കെ ഉണ്ട്. ഇവിടെ ഇപ്പോൾ ഔട്ട്ഡോറൊക്കെ ഉണ്ട്. കാരണം ഇതിപ്പോൾ സമ്മർ ടൈം ആയതുകൊണ്ട് തന്നെ ഇവിടെ കൂടുതൽ ആൾക്കാരും വെളിയിരുന്ന് കഴിക്കത്തുള്ളൂ. കാരണം വിൻ്റർ ആയി കഴിഞ്ഞാൽ ഇവിടെ മൊത്തം തണുപ്പും കാറ്റും ഒക്കെ ആയിരിക്കും. ഇതുണ്ട് ആൾക്കാർ വെളിയിരുന്ന് ഫുഡ് കഴിക്കാനൊക്കെ. ഇവരെ എല്ലാവരും ഭയങ്കര ഗെറ്റ് ടുഗദറൊക്കെ ഇവിടെ കൂടുതലും ഇവർ പ്രൊമോട്ട് ചെയ്യുന്നൊരു സ്ഥലമാണ്. കഴിച്ച് ഞാനങ്ങനെ സാധനങ്ങളൊക്കെ മേടിച്ച് വീട്ടിലോട്ട് തിരിച്ചു പോകുമായിരുന്നു. വീട്ടിലോട്ട് തിരിച്ചു പോകാൻ നേരത്ത് ഞാനൊരു സാധനം കണ്ടതുണ്ടോ, റെഡ് ബുള്ളിൻ്റെ മിനി കൂപ്പർ. എനിക്ക് തോന്നുന്നു ഇത് ആക്ച്വലി 1 of 500 കാറാന്ന് തോന്നുന്നു. ഈ സാധനം ആകെ 500 എണ്ണം ഉണ്ടാക്കിയിട്ടുള്ളൂ. 1 of 500 റെഡ് ബുള്ളിൻ്റെ ഒരു മിനി കൂപ്പർ. കൊള്ള അടിപൊളിയായിരുന്നു കേട്ടോ. എനിവേ അത് അവരുണ്ടാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ റെഡ് ബുള്ളിൻ്റെ അഡ്വർടൈസ്മെൻറ്റിന് വേണ്ടി റെഡ് ബുള്ള് 500 മിനി കൂപ്പർ ഉണ്ടാക്കി. അതിൽ നിന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ കണ്ടത്. ഓക്കെ ഗൈസ്, സോ അപ്പോൾ രാത്രി ഓൾമോസ്റ്റ് ഒരു 10:15 ഞാൻ ഉച്ചയ്ക്ക് വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ വെളിയിൽ പോയി. അപ്പം ഞാൻ ഷൂട്ട് ചെയ്തില്ല. പിന്നെ അത് ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ വെളിയിൽ പോയേക്കായിരുന്നു. അപ്പം ഇപ്പം ഞാൻ ശ്രീനാഥേട്ടൻ്റെ വണ്ടിയിലാണ്. ദിസ് ഈസ് ശ്രീനാഥേട്ടൻ. നമ്മളപ്പം ഇപ്പം പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഡിന്നർ കഴിക്കാൻ വേണ്ടി പോയത്. കടയുടെ പേരാണ് ഇപ്പം നമ്മൾ പോകുന്ന കടയുടെ പേരാണ് ഹൈഡ് പാർക്ക് ഫ്രൈഡ് ചിക്കൻ. അതായത് അതെ, ഹൈഡ് പാർക്ക് ഫ്രൈഡ് ചിക്കൻ, നോട്ട് KFC. കെൻഡക്കി ഫ്രൈഡ് ചിക്കൻ അല്ല, ഇറ്റ്സ് HFC. ഹൈഡ് പാർക്ക് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു സ്ഥലമാണ്. കഴിഞ്ഞ ദിവസം പോയ സ്ഥലം. അതെ, ഞങ്ങള് കഴിഞ്ഞ ദിവസം മറ്റേ ടെന്നീസ് കളിക്കാൻ പോയതിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ സ്ഥലത്തിന്റെ പേരാണ് ഹൈഡ് പാർക്ക്. അപ്പൊ നമ്മളിപ്പോ പോകുന്നത് ഹൈഡ് പാർക്ക് ഫ്രൈഡ് ചിക്കനിലാണ്. അപ്പം ഇന്ന് നമ്മൾ കാണിച്ചു തരാം ഹൈഡ് പാർക്ക് ഫ്രൈഡ് ചിക്കൻ എങ്ങനെ. നമ്മൾ ഇന്ന് അതിനെ പറ്റി ആയിരിക്കും ബാക്കി സംസാരിക്കുന്നത്. ഈ പോകുന്ന റോഡിനാണ് കാർഡിഗൻ റോഡ് എന്ന് പറയുന്നത്. ഇവിടെ ഫുള്ള് സ്റ്റുഡൻസ്. ഇവിടെ മുഴുവൻ അവിടെ ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഇവിടെ കൂടുതൽ സ്റ്റുഡൻസിന്റെ സ്ഥലം അല്ലേ. ഈ കാണുന്ന ബിൽഡിങ്ങിലെല്ലാം സ്റ്റുഡൻസാ. ഇവിടെ കുറെ ബാർബർ ഷോപ്സ് ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ചായവാലയുണ്ട്. അതെ, ചായവാല കഴിഞ്ഞോ? അപ്പുറത്തേക്ക് അതുകൊണ്ട് ഡ്യൂക്സിന്റെ സൈഡിലല്ലേ എന്താണ് നമ്മുടെ ചെറിയൊരു കഫേ പോലെ അവിടെ ചായവാല. ഇത് നമ്മുടെ നാട്ടിൽ ലൈക്ക് ഇന്ത്യൻ മറ്റേ മസാല ചായ, സോറി കറക്റ്റ് ചായ, മസാല ചായ ഒക്കെ കിട്ടുന്ന. പക്ഷെ അടിപൊളിയല്ല അവിടുത്തെ. ഞാൻ ട്രൈ ചെയ്തില്ല. ഞാൻ ഒരു ലണ്ടനിൽ പോയപ്പോ അവിടുത്തെ ട്രൈ ചെയ്തായിരുന്നു. പക്ഷെ അടിപൊളിയായിരുന്നു മസാല ചായ. നമ്മുടെ നാട്ടില് ഇതൊക്കെ കിട്ടും, എന്താണ് കറക്റ്റ് ചായ കിട്ടും. പിന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ചില സമയത്ത് ഇവിടുന്ന് നമുക്കൊരു പോർഷൻ സമൂസയും പിന്നെ ചായയും കൂടെ കിട്ടും. അത് ഭയങ്കര ചീപ്പാണ്. ഒരു 3 പൗണ്ട് 4 പൗണ്ടിനൊക്കെ. പക്ഷെ അത് ചീപ്പാന്ന് പറയാൻ പറ്റത്തില്ല. ഒന്ന് കൺവേർട്ട് ചെയ്ത് നോക്കിയാ പൈസ നാട്ടില്. വേറൊരു കാര്യം, നമ്മളിവിടെ ഒന്ന് കൺവേർട്ട് ചെയ്തിരിക്കലും. അതെ, അത് ശരിയാ. പക്ഷെ വരുന്ന സമയത്ത് ഞാനാണെങ്കിൽ പോലും ഈ പറയുന്ന പോലെ പൈസ കൺവേർട്ട് ചെയ്ത് നോക്കുമായിരുന്നു. ശരിയാണ്. ഞാൻ ആദ്യം വരുമ്പോ ഒക്കെ ഞാൻ ചെയ്തോണ്ടിരുന്ന വെച്ച് കഴിഞ്ഞാൽ
വരുമ്പം ഇതുപോലെ പൈസ നോക്കും. ഇപ്പൊ ഒരു സാധനം മേടിക്കുവാണെങ്കിൽ ഞാൻ ഇതിന് പിന്നെ പൈസ നോക്കും, ഇതിന് എത്ര രൂപ നോക്കിയിട്ട് ഞാൻ മേടിക്കത്തുള്ളായിരുന്നു. പക്ഷെ ഇപ്പം എനിക്ക് ജോലി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ അങ്ങനെ വലിയ കൺവേർട്ടിങ്ങിന് നമ്മൾ പോകത്തില്ല. നമ്മളിപ്പോ നോക്കുന്ന 1 പൗണ്ട് 2 പൗണ്ട് നോക്കുമ്പോ അത്രേ ഉള്ളൂ. അന്നേ നമ്മൾ HFC അതാണ് നമ്മുടെ HFC. ഞാൻ വേടി ഇറങ്ങിട്ട് കാണിക്കാട്ടോ. സോ ഗൈസ്, അപ്പം നമ്മൾ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ ഇതേ HFCയിലേക്ക് കയറുക. ഫ്ലെയിം ഗ്രിൽഡ് ഫ്രൈഡ് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ HFC. നമുക്ക് അകത്ത് കയറി വെക്കാം. അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ ഈ കടയിൽ. കാണുന്നവരല്ല, പേര് പോലല്ല. ഞാൻ HFC എന്നൊക്കെ കേട്ടപ്പോൾ തുക്കടയാന്ന് ഓർത്ത, പക്ഷേ തിരക്കൊക്കെ ഉണ്ട് കേട്ടോ. സോ ഞങ്ങളങ്ങനെ HFCക്ക് അകത്ത് കയറി. അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ, പ്രതീക്ഷിച്ച പോലല്ല. ഇതൊക്കെയാണ് ഇവിടുത്തെ മെന്യു. എന്നിട്ട് എന്തൊക്കെയോ കുറേ സാധനങ്ങളുണ്ട്. ഇവരും ഉണ്ടാക്കുന്നുണ്ടോ, തിരക്കുണ്ട് ഇവിടുത്തെ. ഇവിടെ എല്ലാ ആൾക്കാരുണ്ട്. ഇപ്പോൾ അവർ കുറച്ച് പേര് ഇറങ്ങിപ്പോയി. അതിനാൾ ഞങ്ങൾ സാധനം ഓർഡർ ചെയ്യട്ടെ. എനിക്ക് ഞങ്ങൾ വേണ്ട അങ്ങനെ ആ മിനി പ്ലാറ്റർ എന്ന് പറഞ്ഞ സാധനം ഓർഡർ ചെയ്തു. 8.5 പൗണ്ട് അതൊരെണ്ണം ഓർഡർ ചെയ്തു. അത് 2 പേർക്ക് കഴിക്കാൻ ഇനഫാന്നാണ് പറഞ്ഞത്. സോ ഞങ്ങൾ അതൊരെണ്ണം ഓർഡർ ചെയ്തു. വരുമ്പോൾ കാണിച്ചു തരാം. ഞങ്ങൾ ഇതിനകത്ത് നിന്നപ്പോൾ HFCക്കകത്ത് നിന്നപ്പോൾ ഞാൻ നോക്കി ഭയങ്കര ഒരു ശബ്ദം വിളിച്ചു. ഞാൻ നോക്കിയപ്പോൾ ഒരു ഹുറാക്കനയിലൊക്കെ ഒരുത്തൻ HFC കഴിക്കാൻ വന്നേക്കുന്നു. HFCയുടെ ഡിമാൻഡേ ഹുറാക്കനയിലൊക്കെ HFC കഴിക്കാൻ വരുന്ന ആൾക്കാർ. ആ ഇതിന്റെ മുതലാളിയാണോ ഇനി? അല്ല, അത് ഇതിന്റെ മുതലാളിയാണോ ഒന്ന്? എന്നാണ് HFCക്ക് ഇച്ചിരി ഡിമാൻഡുള്ള കടയാന്ന് മനസ്സിലായില്ല. HFC സെമ്മ പവർ തന്നെ കേട്ടാ. അതെ. അങ്ങനെ ഫുഡ് കിട്ടി, ഞങ്ങൾ വെളിയിറങ്ങി. അതെ ഇവിടെ ഉണ്ട്. ഇത്ര ഇതുണ്ട്, 8.5 പൗണ്ടിന് കിട്ടി. ഈ ഒരു ഇതിനകത്ത് ഇതായിരുന്നു അവിടെ വന്ന ദൈവന്റെ വണ്ടി കേട്ടോ, നൈസർ ലാംബോ. ഏതാ രജിസ്ട്രേഷൻ? ഇവിടെ തന്നെ. ഞങ്ങൾ ഇനി വണ്ടിക്കകത്ത് പോയി ഈ സാധനം എന്നാ തട്ടട്ടെ. സോ ഇതായിരുന്നു ഞങ്ങൾ ഓർഡർ ചെയ്ത സാധനം. ഈ ഇതൊന്ന് മാറ്റിക്ക, റൊട്ടി ഒന്ന് മാറ്റിക്കാണിച്ച്. ഇതേ ചിക്കൻ കണ്ട, നല്ല കിടിലൻ ചിക്കൻ. അതിൻ്റെ കൂട്ടത്തിൽ സാലഡ്, പിന്നെ സൈഡ്സ്, പിന്നെ അതിൻ്റെ കൂടെ ഒരു ഡ്രിങ്കും ഉണ്ട് കേട്ടോ. അതിവിടെ ഇവിടെ ഇരിപ്പുണ്ട് വണ്ടിക്കകത്ത്. അപ്പം കണ്ടിട്ടാണ് വായിന്ന് വെള്ളം വന്നിട്ട് രക്ഷയില്ല. ഞാൻ പെട്ടെന്ന് കഴിക്കട്ടെ, വിശന്നിട്ട് ഒരു രക്ഷയില്ല. ഇവിടെ അറ്റാക്ക് ചെയ്യാൻ ഓൾറെഡി തുടങ്ങി. ഞാനൊരു സൈഡിൽ നിന്ന് തുടങ്ങട്ടെ. സോ നമ്മളങ്ങനെ ഫുഡൊക്കെ കഴിക്കുന്നതിനിടയ്ക്ക് എനിക്ക് എൻ്റെ റിയാക്ഷനൊക്കെ റെക്കോർഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ വിശപ്പിൻ്റെ മൂലവും സാധനത്തിൻ്റെ ഫുഡിൻ്റെ ടേസ്റ്റിൻ്റെ ആ ഒരു കാരണം മൂലവും അതിനുള്ള സമയം ഒന്നും കിട്ടിയില്ല. പെട്ടെന്നൊക്കെ ഇരുന്ന് തിന്നുമായിരുന്നു. ഞങ്ങൾക്ക് പൊക്കോട്ടിലേക്ക് സീൻ കണ്ട് കുറേ ആളുണ്ട്. അണ്ണന്മാരൊരു ചില്ല് ചെയ്യുന്നുണ്ട് റോഡ് സൈഡിലൊക്കെ ഫുഡൊക്കെ കഴിച്ചിരുന്ന്. ഈ ഒരു അവസ്ഥയാണ് റോഡിലും പിടിച്ച് പാട്ടൊക്കെ പാടി. നാട്ടിലാണെങ്കിൽ അങ്ങനെയൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ കിറുക്കെന്നൊക്കെ പറയുവേ. രാത്രി 11 മണിക്ക് വഴി സൈഡ് കസേരയൊക്കെ ഇട്ടിരുന്ന് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ ഗൈസ്, ഞങ്ങളിപ്പോൾ തിരിച്ച് വീട്ടിൽ വന്നപ്പോഴത്തേക്ക് ഈ മുതൽ അയർലൻഡ് യാത്രയൊക്കെ കഴിഞ്ഞ് ഇവിടെ തിരിച്ചെത്തി. ഇവര് 3 ദിവസത്തെ ഇവരുടെ ഒരു അടിപൊളി ട്രിപ്പൊക്കെ ആയിരുന്നു. അപ്പം ഒരു കാര്യമുണ്ട്, അടുത്ത ദിവസത്തെ ഒരു വീഡിയോയ്ക്കകത്ത് ഞാൻ ഇവർ അയർലൻഡിൽ പോയേക്കുന്നതിൻ്റെ 1-2 ഷോർട്സ് ഒക്കെ കുഞ്ഞു സാധനങ്ങളൊക്കെ ആഡ് ചെയ്ത് ഞാൻ കയറ്റാം. ഇപ്പം സമയം വന്നിട്ട് ഇപ്പോൾ എത്ര മണി? 12 മണിയല്ലേ? നോക്കട്ടെ. സമയം വന്നിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് രാത്രി 12:15 ഞങ്ങൾ ചെറുതായിട്ട് ഉറക്കം മാറ്റാനായിട്ട് ഒരു കടുപ്പം കൂടിയ കാപ്പി ഒക്കെ സാറ് ഇട്ടുകൊണ്ട് വന്നു. ഞാൻ ആക്ച്വലി ഇവിടെ വീഡിയോ എഡിറ്റിങ്ങിലായിരുന്നു. നാളത്തെ വീഡിയോ നാളെ 12 മണിക്ക് വീഡിയോ വരുന്നതായിരിക്കും. അപ്പോൾ ഞാൻ നിങ്ങളൊരു സാധനം കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇത് എനിക്ക് അണ്ണൻ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് തന്നതായിരുന്നു. എൻ്റെയും ലൂക്കാച്ചൻ, ഇവൻ എൻ്റെ പട്ടി കേട്ടോ, എൻ്റെയും ലൂക്കാച്ചൻ്റെയും കൂടെ ഒരു നൈസ് ഒരു പോർട്രേറ്റ് വരച്ചിട്ട് ഫ്രെയിം ചെയ്ത് തന്നെ അതൊരു നൈസ് സാധനമായിരുന്നു. അപ്പം ഞാനിവിടെ വീഡിയോ എഡിറ്റിംഗ്, ഇവിടെ ഞങ്ങൾ കാപ്പിയൊക്കെ ഇട്ട് ഇപ്പം കുടിച്ചോണ്ടിരിക്കുക. കഴിഞ്ഞ ദിവസം കുറെ പേര് ചോദിച്ചു അണ്ണന്റെ Instagram ID പല കാര്യങ്ങളൊക്കെ. അത് ഞാൻ എന്താ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും, നിങ്ങൾ പോയി ഫോളോ ചെയ്യുക. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പം ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ആയിരുന്നു. ഇന്നങ്ങനെ പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നും ഞാൻ കാണിച്ചിട്ടില്ല. ജോലിക്ക് പോയ കുഞ്ഞു ഷോർട്സ് ഒക്കെ അവിടെ ഇവിടെയൊക്കെ ആഡ് ചെയ്യുക ഞങ്ങൾ കഴിയുമ്പോഴൊക്കെ. അപ്പം അതൊക്കെ തന്നെ. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ താഴെ കാണുന്ന ടിങ് ബട്ടൺ ഞെക്കുക. അത് ഞെക്കിയാൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾ എന്നെ മിസ് ചെയ്യും. സോ അതൊക്കെ ചെയ്യുക. അപ്പം അടുത്ത ദിവസം പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ഗായ്സ്.